ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ. രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വരെ. സംസ്ഥാനത്തും സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചാരണത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി രൂപ കടന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്നു. ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. സാർത്ഥകമായ ജീവിതം നയിക്കുന്നതിന് ഓട്ടിസം ബാധിതർക്ക് ചികിത്സയ്ക്കൊപ്പം പിന്തുണയും ശക്തിയും പകരുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും. രാജസ്ഥാനിലെ ജയ്പൂർ റൂറൽ ലോക്സഭാ മണ്ഡലത്തിലെ കട്ട്പുത്ലിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായാണ് ശ്രീ മോദി രാജസ്ഥാനിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 19, 26 തീയതികളിലാണ് രാജസ്ഥാനിൽ വോട്ടെടുപ്പ്. ഉത്തരാഖണ്ഡിലെ രുദ്രപൂരിൽ നടക്കുന്ന പൊതുറാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 19-നാണ് ഉത്തരാഖണ്ഡിൽ വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും സജീവമാണ്. രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 89 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 26-ന് വോട്ടെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച വരെ സമർപ്പിക്കാം. 5-ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. തലസ്ഥാന ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിന്റെ പ്രചാരണ പരിപാടികൾ വിവിധയിടങ്ങളിൽ ഇന്ന് നടക്കും. പെരൂർക്കട ലോ അക്കാദമി സന്ദർശിക്കുന്ന അദ്ദേഹം പിന്നീട് തിരുപ്പുറം സന്ദർശിച്ച ശേഷം ടെക്നോപാർക്കിൽ IT ജീവനക്കാരുമായും തമ്പാനൂരിൽ പ്രൊഫഷണലുകളുമായും കൂടിക്കാഴ്ച നടത്തും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ ബാലരാമപുരം, നാലാഞ്ചിറ എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. കുളത്തൂർ, കോവളം എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കും. UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം കളക്ടറേറ്റിൽ വരണാധികാരിക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതേസമയം പാലക്കാട് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പത്രിക സമർപ്പിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥികളും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ ഇന്ന് കൊടുങ്ങല്ലൂർ പ്രദേശത്താണ് പര്യടനം നടത്തുന്നത്. രാവിലെ സമിതി ബീച്ചിൽ കടലാക്രമണം നേരിട്ട് ദുരിതമനുഭവിക്കുന്നവരെ കാണാനാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അരമണിക്കൂറിലധികം തൊഴിലാളികൾക്കൊപ്പം ചെലവഴിച്ചാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത്. തുടർന്ന് പുത്തഞ്ചിറ, കോട്ടപ്പുറം, കോടശ്ശേരി, മേലൂർ എന്നിവിടങ്ങളിലും അദ്ദേഹം എത്തിച്ചേരും. നാളെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിച്ചേർന്നാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. വോട്ട് അഭ്യർത്ഥനകൾ പുരോഗമിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഇന്ന് അങ്കമാലി പ്രദേശത്താണ് പര്യടനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. തുടർന്ന് ചാലക്കുടിയിലും വൈകിട്ട് ആലുവയിലും അദ്ദേഹം പര്യടനങ്ങളിൽ പങ്കെടുക്കും. മാർച്ച് 30-ന് തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നു. പെരിന്തൽമണ്ണ, മഞ്ചേരി എന്നിവിടങ്ങളിൽ നടന്ന പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. വൈകുന്നേരം കൊണ്ടോട്ടിയിൽ നടക്കുന്ന പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. NDA എറണാകുളം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് എറണാകുളം ടൌൺ ഹാളിൽ നടക്കും. മുൻ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷനിൽ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ നാളെ പത്രിക നൽകും. മുന്നണിയിലെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരിക്കും പത്രിക സമർപ്പണം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് ചെയ്യാൻ അർഹരായവർക്ക് ഇന്നുകൂടി അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേരുള്ള ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത്. അതേസമയം സംസ്ഥാനത്ത് 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനായുള്ള അപേക്ഷ ഇന്ന് നൽകാം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കം അപകടകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും വയനാട് എൻഡിഎ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി രൂപ കടന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 32% വളർച്ചയാണ് പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും പകൽ താപനില വർദ്ധിക്കാൻ സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 49 പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ ശക്തമായ തിരയെ തുടർന്ന് വള്ളം മറിഞ്ഞ് വീണ്ടും അപകടം. വള്ളം മറിഞ്ഞതിനെ തുടർന്ന് കടലിൽ വീണ 3 മത്സ്യത്തൊഴിലാളികൾ നീന്തിക്കയറി. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വള്ളമാണ് മറിഞ്ഞത്. കോവളം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ തീരദേശ മേഖലയിലെ വീടുകൾക്ക് നാശം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉത്തരവ് പുറപ്പെടുവിച്ചു. കടലാക്രമണം മൂലം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും വീടുകൾക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും കളക്ടർ നിർദ്ദേശം നൽകി. ഇന്ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഓട്ടിസം ബാധിതർ സാധാരണയായി പഠനത്തിലും സാമൂഹിക ഇടപെടലുകളിലും ആശയവിനിമയം നടത്തുന്നതിലും ബുദ്ധിമുട്ട് നേരിടുന്നവരാണ്. ഇത്തരം വെല്ലുവിളികൾ തരണം ചെയ്ത് മുന്നേറുന്നതിനും അടിസ്ഥാന ജീവിത രീതികൾ പഠിക്കുന്നതിനും തെറാപ്പി ഉൾപ്പെടെ ആവശ്യമായി വന്നേക്കാം. ഇതിൽ ആവശ്യമായ ബോധവൽക്കരണമാണ് സാധാരണയായി ഈ ദിനം നടത്തിവരുന്നത്. കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണ ഓട്ടിസം ബാധിതർക്ക് ആവശ്യമാണെന്ന സന്ദേശവും ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. 6 വിക്കറ്റിനാണ് രാജസ്ഥാൻ വിജയിച്ചത്. പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേല ഉത്സവം ഇന്ന്. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഉത്സവമായി ആഘോഷിക്കുന്ന വേല ചടങ്ങുകൾക്ക് ഇരു ദേശങ്ങളിലും പുലർച്ചെ തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഉത്സവമായി ആഘോഷിക്കുന്ന നെന്മാറ വല്ലങ്ങിവേലയുടെ പ്രധാന ചടങ്ങുകൾക്ക് പുലർച്ചെ തന്നെ ഇരു ദേശങ്ങളിലും തുടക്കമായി. നെന്മാറ ദേശത്ത് രാവിലെ കോലം കയറ്റി ആരംഭിച്ച എഴുന്നള്ളത്ത് നെന്മാറ ടൗണിലൂടെ എത്തി 4 മണിയോടെ ബഹുനില പന്തലിൽ അണിനിരക്കും. വല്ലങ്ങി ദേശത്തിന്റെ എഴുന്നള്ളത്തും വല്ലങ്ങി ടൗൺ ചുറ്റി 4 മണിയോടെ പന്തലിലെത്തും. തുടർന്ന് ഇരു ദേശങ്ങളിലും പാണ്ടിമേളവും കുടമാറ്റവും നടക്കും. എഴുന്നള്ളത്തുകൾ ക്ഷേത്രം വലം വെച്ച് നെല്ലിക്കുളങ്ങര കാവിറങ്ങുന്നതോടെ പകൽ വെടിക്കെട്ടിന് തിരികൊളുത്തും. എഴുന്നള്ളത്തുകൾ അതത് ദേശമന്നങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതോടെ പകൽ വേലയ്ക്ക് സമാപനമാകും. 2 ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്ന് റേഷൻ കടകൾ തുറന്നു. കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഇന്ന് പുനരാരംഭിച്ചു. ഈ മാസത്തെ സാധനങ്ങളുടെ വിതരണം 8-ാം തീയതി തുടങ്ങും. തിരുവനന്തപുരം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 4 വ്യാഴാഴ്ച മലയൻകീഴ്, വിളപ്പിൽ, മാറനല്ലൂർ, വിളവൂർക്കൽ എന്നീ 4 പഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 170 പോയിന്റ് നഷ്ടത്തിൽ 73,844-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 42 പോയിന്റ് നഷ്ടത്തിൽ 22,420-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 50,680 രൂപയായി. ഗ്രാമിന് 6,335 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ. 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വരെ. സംസ്ഥാനത്തും സ്ഥാനാർത്ഥികൾ തിരക്കിട്ട പ്രചാരണത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി രൂപ കടന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്നു. ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. സാർത്ഥകമായ ജീവിതം നയിക്കുന്നതിന് ഓട്ടിസം ബാധിതർക്ക് ചികിത്സയ്ക്കൊപ്പം പിന്തുണയും ശക്തിയും പകരുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.